ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഷാർജയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള റെയിൻ റൂമിലേക്കാണ്. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വരുന്നത് അഡൽട്ടിന് 25 ദിറം, പിന്നെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഫ്രീ ആണ്. അതുമാതിരി തന്നെ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും 15 ദിറം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ നമ്മുടെ സ്കൂളിൻ്റെ ID കാർഡ് കാണിക്കേണ്ടി വരും. ഈ റെയിൻ റൂമിൻ്റെ ടൈമിംഗ് വരുന്നത് സാറ്റർഡേ ടു തേഴ്സ്ഡേ 9 AM to 9 PM ആണ്. പിന്നെ ഫ്രൈഡേസ് 4 PM to 10 PM ആണ്. ഈ സംഭവം എന്താണെന്ന് വിചാരിച്ചാൽ ഈ ഒരു കാണുന്ന ഡാർക്ക് റൂമിൽ അവർ ആർട്ടിഫിഷ്യൽ റെയിൻ ക്രിയേറ്റ് ചെയ്തിട്ടാണുള്ളത്. സെൻസർ വെച്ചിട്ടാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ പതുക്കെ നടക്കുവാണെങ്കിൽ നമ്മൾ മൂവ്മെൻറ്റ് സെൻസ് ചെയ്തിട്ട് നമ്മൾ നടക്കുന്ന ആ വഴിയിൽ റെയിൻ ഇവർ സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ ഇതിലൂടെ ഓടുകയോ ഈവൻ നമ്മൾ ഫാസ്റ്റായിട്ട് നടക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫാസ്റ്റ് മൂവ്മെൻറ്റ് സെൻസർ ക്യാപ്ചർ ചെയ്യില്ല. അപ്പോഴെന്ന് വിചാരിച്ചാൽ നമ്മൾ നനയാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അത് ഇവർ ആദ്യം തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. കുട്ടിക്ക് റെയിൻ റൂം എന്ന് കേട്ടപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു. പക്ഷെ അവൾ അവിടെ എത്തിയിട്ട് എല്ലാവരും സ്ലോ ആയിട്ട് നടക്കുന്നത് കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. അവൾ ബാക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പതുക്കെ ഒന്ന് മഴയത്ത് കയറിയിട്ട് കുറച്ചൊന്ന് സ്പീഡിൽ നടന്നപ്പോഴേക്ക് തന്നെ കുറേ വെള്ളം മേത്തായി. അപ്പോഴത്തേക്ക് ശരിക്കും പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കി സൂക്ഷിച്ച് മെല്ലെയാണ് നടക്കുന്നുണ്ടായത്. ഇതിനകത്ത് കുടയോ റെയിൻകോട്ടോ അതുപോലെ തന്നെ റെയിനിന് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റും എടുക്കരുതെന്ന് ഇവരുടെ റൂൾസിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ വേറെ കാര്യമായ റൂള് വരുന്നത് പുറത്തുനിന്നുള്ള ഫുഡൊന്നും ഇതിനകത്തേക്ക് അലൗഡ് അല്ല. പുറത്ത് തന്നെ ഒരു കഫറ്റേരിയ പോലെയുണ്ട്. പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഫുഡ് കഴിക്കാവുന്നതാണ്. പിന്നെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും അലൗഡ് ആണ്. പക്ഷേ നമ്മുടെ ഓൺ റിസ്കിലായിരിക്കണം എന്നേ ഉള്ളൂ. വാട്ടർ പ്രൂഫ് അല്ലാത്ത ഫോൺസ് എല്ലാം ആണെങ്കിൽ കുറച്ചൊരു ഫാസ്റ്റോ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മഴ തട്ടിയിട്ടുണ്ടെങ്കിൽ ഫോണിന് പ്രശ്നം വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഈ ഒരു റെയിൻ റൂമിൽ പോയ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ മഴയുടെ നാട്ടിൽ നിന്നെല്ലാം വന്ന് നമുക്കിത് ഒരു തരത്തിലുള്ള എക്സൈറ്റ്മെൻറ്റും തരില്ല. ചുമ്മാ ഇതുവരെ കാണാത്ത സ്ഥലത്ത് പോകണമല്ലോ എന്ന് വിചാരിച്ച് ഈ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ. അല്ലാതെ കൂടുതലായിട്ട് ഒന്നും പ്രതീക്ഷിക്കരുത്. ആകെ 15 മിനിറ്റ്സ് മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ടൈം കിട്ടുന്നത്. പിന്നെ നനയാൻ വേണ്ടി റെഡി ആയിട്ട് വന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചെങ്കിലും എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. കാരണം ഓടിച്ചാടി നടക്കാൻ വേണ്ടി പറ്റും. മൊത്തം നനയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നനഞ്ഞാൽ തന്നെ ഇവരിവിടെ പുറത്ത് തന്നെ ഇവരെ ബാത്റൂമിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു ഡ്രയർ പോലെ വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് മൊത്തം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ്. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും പുതിയൊരു സ്ഥലവുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.